ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇന്നലെ പാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ടി വി പാനലും അതോടൊപ്പം തന്നെ ഷോ കീസൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ചെയ്തത്. ഏകദേശം ഒരു 19 വർഷം വരും അത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇപ്പം ഫുള്ള് ഫിനിഷായിട്ടുണ്ട്. ഫുള്ള് ഫിനിഷായില്ല, എന്തായാലും ഒരു 99% പണിയും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്ലോഗ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ പോയി കണ്ടിട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഈ ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം 2 എണ്ണം മാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ഒരേ ഡിസൈനിലുള്ളത് തന്നെയാണ്. ഒരു വുഡിൻ്റെ തീമിൽ വരുന്ന ഒരു കളറാണ് കേട്ടോ. പിന്നെ ഇതേപോലെയാണ് പ്ലെയിൻ ചവര് നമുക്ക് കിടക്കുന്നത്. ഷെൽഫ് നേരത്തെ കിട്ടിയിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 19 കൊല്ലം വരും ഇതേപോലെ പ്ലെയിനായിട്ട് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ പണി സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ബോർഡൊക്കെ എടുത്ത് നമ്മുടെ അവിടെ കാറിനെ മാറ്റിയിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല ഗൈസ്, ഭയങ്കര പൊടിയാണ്. ഒരു പച്ച കളർ പൊടിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഓരോ ബോർഡിനും ഓരോ കളറാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു അകത്ത് പച്ച ഇതിലൊക്കെ വരുന്ന ഒരു ബോർഡാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും അടുത്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമാണ് ഞാൻ അതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ബോഡി തന്നെ പല റേറ്റ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഡിസൈൻ അനുസരിച്ചുള്ള റേറ്റും ഉണ്ട്, അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളതും റേറ്റ് കുറവൊക്കെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1000 രൂപ, 1500, 1200 രൂപയ്ക്കൊക്കെ ഇതേപോലുള്ള വുഡ് കിട്ടും. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 2200 രൂപയുടെ വുഡാണ് കേട്ടോ. ഒരെണ്ണം മാത്രമാണ് ആ റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ വേറെ ഇതിൻ്റെ സെയിം കളറിലുള്ളത് തന്നെ വേറെ ഇതുമുണ്ട്. നമ്മളിത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ളതൊന്ന് വാങ്ങിയതാണ്. ഇത് വെള്ളം നനഞ്ഞ സീനാണ് കേട്ടോ. വെള്ളം നനഞ്ഞ ഈ വുഡ് തന്നെ പെരുവെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സാധനം കണ്ടില്ലേ, ഇത് നമ്മളവിടെ സൈഡിൽ ഇതേപോലെ ഗ്യാപ്പ് പറഞ്ഞെടുത്ത് ഒട്ടിക്കാനായിട്ടാണ് പോകുന്നത്. കട്ട് ചെയ്ത പീസുണ്ടല്ലോ, അവിടെ വൃത്തികേടായിട്ടല്ലേ കിടക്കുന്നത്, ഒരു പച്ച കളറായിട്ടല്ലേ കിടക്കുന്നത്. അവിടെ മാറ്റിയിട്ട് ഇതേപോലെ ഒരു പശയും തേച്ചിട്ട് ഒട്ടിക്കാനായിട്ടാണ് പോകുന്നത്. പശ ഒരു കുപ്പിയിൽ പശ തേച്ച് വെച്ചിരിക്കുകയാണ്. ആ സ്ട്രിപ്പ് പോലത്തെ ഒരു സാധനത്തിൽ പശ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷവും അതോടൊപ്പം തന്നെ വുഡിൻ്റെ സൈഡിൽ ഒരു 10 മിനിറ്റ് പശ തേച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നൈസായിട്ട് ഒട്ടിച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് തന്നെ ഒട്ടും. പിന്നെ അതാ ഈ ബോക്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോക്സിൻ്റെ അവിടെ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ അകത്ത് കയറ്റി നോക്കിയപ്പോൾ ചെറുതായിട്ട് കയറുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചെറുതായിട്ടൊക്കെ പണിയെടുക്കുകയാണ്. ഈ സ്ലാബ് തന്നെ ചെറുതായിട്ടൊരു ചരിവും ഒരു ബൾജിങ്ങും ഉണ്ട്. അതുകൊണ്ട് ആ ബോക്സ് അതിൻ്റെ അകത്ത് കയറുന്നില്ല. അപ്പോൾ അവിടുത്തെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. പിന്നെ ഇവിടെ തന്നെ ബാക്കി ഡ്രൈയിലെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പശയൊക്കെ തേച്ച് ആ സൈഡൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലൈറ്റും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലൈറ്റും വയറും. അത് കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഈ ബോർഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വാം ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 4 വാം ലൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 100 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. പിന്നെ അത് കണ്ടില്ലേ, ഇവിടെ നമ്മൾ ബോക്സ് എടുത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കും കേട്ടോ. ഇളക്കിയിട്ട് ഇതിൻ്റെ ബാക്കിലൊരു പ്ലെയിൻ ബോർഡ് വരുന്നുണ്ട്. അതിനൊക്കെ പീസ് കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ അടിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രേയും അതോടൊപ്പം തന്നെ സ്റ്റോറേജ് സ്പേസുമാണ് അടിയിൽ വരുന്നത്. അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബാക്കിലായിട്ട് വരുന്ന പ്ലെയിൻ ബോർഡെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഡ്രൈയുടെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് പ്ലൈവുഡും അതോടൊപ്പം തന്നെ സാധാ നല്ല കൂടിയ വുഡുണ്ടല്ലോ, അതുമാണ് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഫുള്ള് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാനൽ വർക്കിന് വേണ്ടിയിട്ട് 2 വുഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തികയാത്തതുകൊണ്ട് തന്നെ ഓട്ടയിൽ കയറി നമ്മൾ നേരെ കാട്ടാക്കടയിലുള്ള ഒരു ഷോപ്പിലോട്ട് വിടുകയാണ്. പിന്നെ അതിന് റെഫറൻസിന് വേണ്ടിയിട്ട് 2 പീസും സാധനങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ സെയിം വുഡ് തീർന്നു പോയ ഒരു കാര്യം ഓർത്തത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതേ തീമിൽ വരുന്ന ഒരു വുഡ് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഇതാണ് അപ്പോൾ ഏകദേശം അതിനോടുള്ള യോജിച്ച ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനും പാക്ക് ചെയ്ത് നേരെ നമ്മൾ വീട്ടിലോട്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പം ടോട്ടൽ 3 വുഡ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി നമ്മുടെ വർക്കിൻ്റെ പകുതി പണിയൊക്കെ തീർന്നു എന്ന് തന്നെ പറയാം. ടി വി പാനലിൻ്റെ വർക്ക് കണ്ടില്ല, ഇതും കൂടെ ഫിക്സ് ആക്കിയാൽ തന്നെ അടിപൊളിയായിട്ട് തീരും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നല്ല എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഏകദേശം പണിക്കൂലിയും അതോടൊപ്പം തന്നെ ഈ വുഡിൻ്റെയും പിന്നെ അതിൻ്റെ ചില സാധനങ്ങളുടെയും എല്ലാം കൂടെ ആയിട്ട് ഒരുവിധം റേറ്റ് കൂടിയിട്ടുണ്ടാവും.
ഇതൊരു ഡേ 2 വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ മഴ ഒക്കെ ചെറുതായിട്ട് ചാറിക്കൊണ്ടാക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കോളേജിലോട്ടും പോകണം. അപ്പോൾ എന്തുമാത്രം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്നലെ എടുത്ത ബോർഡും അവിടെ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ചെറിയ ചെറിയ വിഷ്വൽസ് ആയിരുന്നു നിങ്ങൾ നേരത്തെ ക്ലിപ്പിൽ കണ്ടത്. കോളേജിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ അടുത്ത ഷെൽഫിലുള്ള ബോക്സൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന TV പാനലിൻ്റെത് ഒരുവിധം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ പിടിക്കാനായിട്ടുള്ള പിടിയൊക്കെ വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പരിപാടിയും പിന്നെ TV സ്റ്റാൻഡും ഫിക്സ് ചെയ്യാനായിട്ടുള്ളത് ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ പണി അവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഡേ 3യുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് വർക്കും ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ വരുന്നിടത്ത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ബൾജായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പശ തേച്ചിട്ട് ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവിടെ നമുക്ക് ഇനി അവിടെ കട്ട് ചെയ്ത് കളയണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന കുറച്ച് ട്രോഫിയും അതോടൊപ്പം തന്നെ മെഡലും മൊമെൻറ്റോസും ഒക്കെ എടുത്ത് ചുമ്മാ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് ബൾജിങ് ഉണ്ട്, അതിനെ കട്ട് ചെയ്ത് വരണം. അത് മാത്രമാണ് ഇവിടുത്തെ പരിപാടിയുള്ളത്. അതോടൊപ്പം തന്നെ അപ്പുറത്തെ TV പാനലിൻ്റെ ഷെൽഫിലും നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ നേരത്തെ ഒരു ഫോട്ടോയൊക്കെ കാണിച്ച് ഡിസൈൻ ചെയ്തതാണ്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇതേപോലത്തെ ഒരു ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു, അങ്ങനെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ TV പാനലിൻ്റെ വർക്കെന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 4 വാം ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഇതിൽ കുറച്ച് ചെറിയ ചെറിയ വർക്കുണ്ട്, കുറച്ച് ഹോളിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് വയറെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവിടെ ഡ്രേ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രേയുടെ താഴെ തന്നെ ആയിട്ട് നമ്മൾ സ്റ്റോറേജ് സ്പേസ്, അതിൽ കുറച്ച് പൊടിയൊക്കെ അടിച്ച് കിടക്കുകയാണ്. ഒരുവിധം സാധനങ്ങളൊക്കെ പറക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഏകദേശമുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമാണ് ചെയ്യാനായിട്ടുള്ളത്. ഈ TVയുടെ സൈഡിലായിട്ട് നമ്മളൊരു ചെറിയൊരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹിഡൻ ഡോർ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാം. മെയിനായിട്ട് നമ്മളവിടെ കുറച്ച് സ്വിച്ച് ബോർഡും അതോടൊപ്പം തന്നെ വയറൊക്കെ ഇടാനായിട്ടുള്ള ഒരു സ്പേസാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് തന്നെ കുറേ വയർ വരുന്നുണ്ട്. മോഡത്തിൻ്റെയും അതോടൊപ്പം തന്നെ TVയുടെയും കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറേ വയർ അതിൻ്റെ അകത്ത് വരാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഹോളൊക്കെ ഇട്ട് നമുക്ക് ഫുള്ള് വയറും അതിൻ്റെ അകത്ത് ബാക്കിലോട്ട് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പറ്റുകയാണെങ്കിൽ നമ്മൾ ഒരു ഹോം ടൂർ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ എൻ്റെ സ്റ്റുഡിയോ റൂമിൻ്റെ അകത്ത് നമ്മൾ ഒരു ചെറിയ രീതിയിലൂടെ ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ടും കുറച്ച് ഫ്ലവറിങ് പോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ അത് പോളിഷ് ചെയ്തിട്ടുണ്ട്. വേറെ വെളിയിൽ കൊടുത്തല്ല ചെയ്തത്, നമ്മൾ തന്നെയാണ് പോളിഷ് ചെയ്തത്. കണ്ടില്ലേ, അവിടെ ഒരു ചെറിയൊരു ഷെൽഫ്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് വാൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇത് പുതിയൊരു ട്രൈപോഡാണ് കേട്ടോ. നമ്മൾ പല വ്ളോഗിലും കണ്ടിട്ടുണ്ടാകും വേറെ ട്രൈപോഡ്. ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ പാനൽ വർക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ നമുക്ക് കണ്ടൻസ് ഇല്ല ലോങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട്. എന്തായാലും നമ്മൾ ഷോർട്സ് വീഡിയോസൊക്കെ നമ്മൾ കോളേജിൽ ലൈഫിലെ വ്ളോഗ്സും അതോടൊപ്പം തന്നെ അല്ലാതെ ഡേ ഇൻ മൈ ലൈഫ് അതിൻ്റെ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്. അല്ലാതെ ലോങ് വീഡിയോയ്ക്ക് കണ്ടൻറ്റ് ഇല്ല. എന്തായാലും നമുക്ക് പറ്റുന്നതനുസരിച്ച് നമ്മൾ ലോങ് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.